ഇത് എന്നതാണെന്നല്ലേ നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. അയ്യോ ഇതൊക്കെ എന്നാ ഡിഷാന്നല്ലേ. ഇത് ആദ്യം ഞാനും ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ദൈവമേ ഇങ്ങനെയും ഉണ്ടോ ഡിഷ് എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്നാണെന്നറിയാവോ, നമ്മൾ പല രാജ്യങ്ങളിൽ പോയില്ലേ പോലും അവരുടെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അവരുടെ ഫ്ലേവേഴ്സ് എന്നാന്നൊക്കെയാണെന്നും അവർ എന്നൊക്കെ ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമേ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ആ എന്നാ പറയുന്നത്, കുക്കിങ്ങിനോട് ആ ട്രൂ പാഷൻ ഉണ്ടെങ്കിലോ മാത്രമേ ഒക്കത്തുള്ളൂ. അതിപ്പോൾ കുക്കിംഗ് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഇന്ന് നമ്മുടെ ഷ്രിംപ് പെരി പെരി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയ സാധനങ്ങൾ നമുക്ക് ഒരുപാട് ജമൈക്കൻ ഫുഡ് എന്ന് പറഞ്ഞേച്ചാൽ അത് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനം ഒന്നുമില്ല, എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് തന്നെയാണ്. അത് എന്നാക്കിയാന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാനിവിടെ മേടിച്ചേക്കുന്നത് കുറച്ച് ടൈഗർ പ്രോൺസാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ കുരുമുളകായാലും മതി. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ്. പിന്നെ വേണ്ടിയത് ഇത് വെജിറ്റബിൾ ഓയിലിലേ ചെയ്യാനൊക്കത്തുള്ളൂ. നമ്മുടെ ഏത് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല, അത് ഉപയോഗിക്കും. പിന്നെ ഇതിനകത്ത് 50-50 ബേസിസ് ആണ് ഓയിൽ എടുക്കുന്നത്. ഒരു ഇച്ചിരി എന്നാ പറയുന്നത് റിച്ച് ആട്ടോ ഈ ഫുഡ്, പക്ഷേ എന്നാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് വെജിറ്റബിൾ ഓയിലിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ബട്ടർ കൂടെ വേണം, സോൾട്ടഡ് ഓർ അൺസോൾട്ടഡ് ഏതായാലും കുഴപ്പമില്ല. പിന്നെ ആണെങ്കിലും ഗ്രേവിക്കാന്നു ഇനി കുറച്ച് ഉള്ളി, സവാളയാണേ, ഇതൊരു മീഡിയം സൈസ് 2 എണ്ണം കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി അരിഞ്ഞത്, ഇച്ചിരി ക്യാപ്സിക്കം ഒരെണ്ണാന്നേ, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ്. ഈ സ്പ്രിംഗ് ഓണിയൻ സീസണിലാന്നു, അതുകൊണ്ട് കിട്ടുവാന്നേലും മേടിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെലറിയോ അത് എണ്ണയിൽ ഇട്ടാൽ മതി. ഇതൊന്നും കിട്ടിയില്ലേ മല്ലിയില തന്നെ മതിയേ. പിന്നെ ഇച്ചിരി നാരങ്ങ നീര്, കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് പാപ്രിക്ക പൗഡർ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ വറ്റൽ മുളക്, കുറച്ച് മല്ലിയില, ഇച്ചിരി വിനീഗർ. ഇത്രയേ ഉള്ളൂ, ഇനിയൊന്നുമില്ല കേട്ടോ, ഇത്രയും മാത്രം മതിയാവും. പിന്നെ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രം എടുത്തേച്ച് ഫസ്റ്റ് ചെയ്യാനുള്ളതാണേ. പാത്രം എടുത്തേച്ച് നമുക്ക് ഈ കൊഞ്ച് അതായത് ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചേച്ച് എനിക്ക് ആ കൊഞ്ചിൻ്റെ ഇച്ചിരി സ്റ്റോക്ക് വേണം. അന്നേരം ആ സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണു ഞാനിപ്പോൾ ഈ കൊഞ്ച് വേവിക്കാനായിട്ട് പോകുന്നത്. ഈ സ്റ്റോക്ക് എന്നാത്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഗ്രേവിക്കകത്തോട്ട് ചേർക്കാനാന്നു. അതുകൊണ്ട് ആദ്യം കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് നമുക്ക് ഈ കൊഞ്ചൊന്ന് വേവിക്കാവേ. കൊഞ്ചിനകത്ത് ഉപ്പ് ഇടുന്നതുകൊണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം പിന്നെ ഉപ്പ് ചേർക്കുമ്പോഴത്തേന്. കൊഞ്ചിനകത്ത് നിന്ന് ബേസിക്കലി നമുക്ക് അതിനകത്ത് നിന്ന് ഇച്ചിരി വെള്ളം പോരും, എന്നാലും പോരാ, ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അതായത് നമുക്ക് ആ ഗ്രേവിക്ക് വേണ്ടി ഒരു സ്റ്റോക്ക് വേണേ, അന്നേരം ഒരു കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താലേ നമുക്ക് ആ സ്റ്റോക്കായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ അന്നേരം കൊഞ്ച് മുഴുവനായിട്ട് വേവാൻ നിൽക്കണ്ട, പിന്നെ നമുക്ക് ഗ്രേവിക്കകത്തിട്ട് ഇച്ചിരി വേവിക്കാനുള്ളയാ, അന്നേരം ഒത്തിരി വേവാൻ നിൽക്കണ്ട. ഒരു ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ആ മീനിൻ്റെ കുറേ സത്തും കിട്ടും, അത് മതിയാവും. അന്നേച്ചങ്ങ് ഓഫ് ചെയ്യുക. അത് കൊഞ്ച് വേവാൻ വെച്ച ശേഷം നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കണം. അതായത് ഗ്രേവിക്ക് വേണ്ട പേസ്റ്റാണ് വേണ്ടിയത്. അത് നമ്മൾ റോസ്റ്റ് ചെയ്യുമോ അങ്ങനെയൊന്നും വേണ്ട, നമ്മൾ തനിയെ അത് അരച്ചെടുത്ത് വെച്ചാൽ മതി. അതിന് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ അത് ഞാൻ മിക്സി എടുക്കട്ടെ. ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടാം ആദ്യം. ഉള്ളി വഴറ്റാൻ നേരവും ചേർക്കാനുള്ളയാ, അന്നേരം കുറേശ്ശെ ചേർത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി, അത് കഴിഞ്ഞ് കുറച്ച് നാരങ്ങ നീര്, കുറച്ച് മുളക് പൊടി, കൊഞ്ച് എത്രയാണ് വേണ്ടി ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച്. പക്ഷെ 50-50 റേഷ്യോ. മുളക് പൊടി എത്രയാണ് ഇടുന്നതെന്ന് വെച്ചാൽ അപ്പോൾ 1 ടീസ്പൂൺ ഇടുന്നതെന്ന് വെച്ചാൽ അതേ കൂട്ട് തന്നെ പാപ്രിക്ക പൗഡർ. അല്ലാന്നുണ്ടെങ്കിൽ പാപ്രിക്കയുടെ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, അതിനൊരു കുറച്ച് ചേർത്തേച്ച് ബാക്കി മുളക് പൊടി ചേർത്താൽ മതി. പക്ഷെ ഈ ഒരു ഫ്ലേവർ വന്നാലേ ഞാൻ ഈ പറയുന്ന പോട്ടെ ഈ ഒന്നുണ്ടാക്കുന്ന ഡിഷിന് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളേ. ഈ
ഇതിനകത്തോട്ട് സ്വല്പം മുളക് പൊടി, സ്വല്പമല്ല മുളക് പൊടി വേണേ, സോറി മല്ലിപ്പൊടി ആട്ടോ. നമ്മൾ മുളക് പൊടി ഇട്ടു, സോറി ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് മൊത്തം കൺഫ്യൂഷനാണ്. പിന്നെ ഇടാനുള്ളതാന്നു വറ്റൽ മുളക്. നമ്മൾ കുരുമുളക് ഇതിനകത്ത് ചേർത്തേക്കുവാ കൊഞ്ചിനകത്ത്. പിന്നെ അരയ്ക്കാനാന്നേൽ ഇച്ചിരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഈ മുളക് പൊടി ചേർക്കാത്തടത്താണ് ഞാൻ പറഞ്ഞ കുറച്ച് വറ്റൽ മുളകും കൂടെ ചേർക്കാം. പാപ്രിക്ക മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ മുളക് പൊടി എടുക്കണ്ട, വറ്റൽ മുളക് എടുക്കാം. പക്ഷേ ഇവിടെ ഞാൻ മൂന്നും കൂടെ മിക്സ് ചെയ്യുന്ന എന്നത്തിനെന്നറിയാമോ, നമ്മുടെ ഒരു കേരള ടച്ച് കൂടെ വരണം. പക്ഷേ കേരള ടച്ച് വരുത്തുന്ന സമയത്ത് എരിവ് കൂട്ടരുത്, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ വറ്റൽമുളകൊക്കെ നമ്മുടെ ആ എരിവ് കണക്കാക്കി വെച്ചിട്ടാൽ മതി. പക്ഷേ അതിനകത്ത് ഒരു ക്രഷ്ഡ് ചില്ലിയുടെ ഒരു ടെക്സ്ചറും കൂടെ വരണം. അതുകൊണ്ടാണ് ഞാൻ വറ്റൽമുളകും കൂടെ അരയ്ക്കുന്നത്. ഇതിനെ ആദ്യം ഒന്ന് അരച്ചെടുത്തേച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ അരയ്ക്കാവേ. ഇപ്പം ഇങ്ങനെ അരച്ചെടുത്തേക്കുന്നത് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് നല്ല പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമ്മൾ എന്നാ ചെയ്യുന്നത്, നമ്മുടെ കൊഞ്ചൊന്ന് തിളച്ചതേ ഉള്ളൂ, എന്നാലും ഉണ്ടല്ലോ ആ സ്റ്റോക്ക് ആവാനും മാത്രം ഒന്നും ആയിട്ടില്ല. ഇച്ചിരി കൂടെ ഒന്ന് ആയാൽ മാത്രമേ എനിക്ക് ആ സ്റ്റോക്ക് കൂടെ എടുക്കാനൊക്കത്തുള്ളൂ. ഇല്ലാരുണ്ടല്ലോ നമ്മൾ ആ വെള്ളം ഒഴിക്കുവാന്നേൽ അതിനകത്ത് ആ ഒരു എന്താ പറയുക, ഒരു ഫ്ലേവേർഡ് അല്ലാതായിപ്പോവും. ഒരുമാതിരി പച്ച വെള്ളത്തിൻ്റെയൊക്കെ ഒരു ചോവ് വരുവേ ആ ഒരു കറിക്ക്, അതൊക്കെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് കൊഞ്ച് തിളച്ചിട്ട് മാറ്റിയാൽ മതി, അത്രയും മതി, അല്ലാതെ വെന്തങ്ങ് എടുക്കണ്ട. ഇതിൻ്റെ ഒരു ഇച്ചിരി സ്റ്റോക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചാലും തിരക്കേടില്ല. നമ്മൾ ഇടുന്ന ഒരു കളർ ടോൺ അല്ല, അതിനൊരു വൈറ്റ് ആവത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം ഓൾമോസ്റ്റ് വൈറ്റ് ആയി കഴിയുമ്പോഴത്തേന് ഞാനത് ഓഫ് ചെയ്യും. എനിക്ക് വേണ്ട ആ ഒരു തിക്ക് സ്റ്റോക്ക് ആയി കഴിഞ്ഞു. ഞാൻ ഓഫ് ചെയ്തേച്ച് നമുക്ക് ഇപ്പുറത്തോട്ട് നമ്മുടെ അടുപ്പ് കത്തിച്ച് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഈ കൊഞ്ചിനെ ഒന്ന് വറുത്തെടുക്കണം. ഞാൻ കൊഞ്ചിൻ്റെത് ചീ ഓഫ് ചെയ്തേക്കുക. ഇനി എന്നാന്നറിയാവോ, എണ്ണ ചൂടായേച്ച് നമുക്ക് ഈ കൊഞ്ച് ഓരോന്നായിട്ട് ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ മാത്രം മതി. കാര്യം ഇതൊരു നമ്മൾ ഗ്രേവി ആക്കി എടുക്കാനുള്ളതാണേ. പിന്നെ ആന്നേൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഇപ്പം നമ്മൾ സ്റ്റാർട്ടർ ചെയ്യുവാന്നേൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ അരച്ചു വച്ചേക്കുന്ന പേസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ വഴറ്റാനുള്ള സാധനങ്ങളില്ലേ, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ 50-50 ബേസിസ് ആക്കുക. ഒന്ന് വഴറ്റിയേച്ച് ഇത് മിക്സിയിലിട്ട് അരച്ചേച്ച് ഈ കൊഞ്ചയിൽ പുരട്ടി ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെക്കുക. വച്ചേച്ചും നമ്മൾ പിറ്റേ ദിവസം വറുത്തെടുക്കുക വിത്ത് ലോട്ട്സ് ഓഫ് സാലഡ്സ്. ഇതാന്നു ശരിക്കും പറഞ്ഞാൽ പെരി പെരി ചിക്കൻ ചെയ്യുന്ന രീതി. പക്ഷേ ഇത് നമ്മൾ കുറച്ചൊരു ട്വിസ്റ്റിൻ്റെ ഇടയിൽ അതാണ് നമ്മൾ കേരള ടച്ച് പ്ലസ് ആനീസ് ടച്ച് വരുമ്പോഴാണ് നമ്മളൊരു ട്വിസ്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് രണ്ടും അറ്റ് എ ടൈം ചെയ്യാൻ നോക്കും. ഇനി ഞാൻ ഈ എണ്ണയിലോട്ട് കൊഞ്ച് ഓരോന്നായിട്ടൊന്ന് ഇടട്ടെ. കൊഞ്ചാന്നേലുണ്ടല്ലോ നമ്മളിതെല്ലാം വെച്ച് കഴിയുമ്പോഴത്തേന് ഒന്നും കാണുകയില്ല. അതാ ഞാൻ പറഞ്ഞ ഒരു ഇച്ചിരി മുഴുത്ത കൊഞ്ചാന്നേൽ ഒക്കത്തുള്ളൂ. പിന്നെ ആന്നേൽ സ്റ്റാർട്ടർ ആന്നേൽ കൊഞ്ചിൻ്റെ വാലെടുക്കരുത്. വാലെടുക്കാതെ വേണം നമ്മൾ ആ പേസ്റ്റ് കംപ്ലീറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാനേ. അറ്റത്ത് വരുന്ന ഷെൽ പോർഷൻ പ്ലസ് ടെയിൽ അത്രയും മാത്രം വെച്ചാൽ മതി.
ഡിഷ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൺഫ്യൂഷനാണ്, പക്ഷേ സോ സിമ്പിൾ. നമ്മളാണ് ഈ പറഞ്ഞേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് ശ്രദ്ധിച്ചേച്ചാലുണ്ടല്ലോ, ഞാൻ വേണമെങ്കിൽ ഐറ്റം നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് തരാം. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ എളുപ്പമാവും. ഞാൻ കൊഞ്ചേ വറുത്തെടുത്തിട്ടുണ്ട്, ഒത്തിരി മൂത്തിട്ടില്ല, ഒരു ഇച്ചിരി ഷാലോ ഫ്രൈ ആയിട്ടേ വറുത്തിട്ടുള്ളൂ. അതായത് നമ്മുടെ കൊഞ്ചിനൊരു എന്താ പറയുന്നത്, ഒരു ബ്രൗൺ കളർ വരണം, അത്രയും മാത്രമേ ഉള്ളൂ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇതിനകത്തോട്ട് ഏതാണെന്നറിയോ, നമ്മുടെ ബാക്കി വന്ന എണ്ണയ്ക്കകത്തോട്ട് 1 സ്പൂൺ ബട്ടർ, സോൾട്ടഡ് ആവാം അല്ലെങ്കിൽ അൺസോൾട്ടഡ് ആവാം, ഏതായാലും കുഴപ്പമില്ല, 1 സ്പൂൺ ബട്ടർ. ഷാലോ ഫ്രൈ ആണെന്നുണ്ട്, മറ്റേ നമ്മൾ സ്റ്റാർട്ടർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എണ്ണയും ബട്ടറൂടെ ഇട്ടേച്ച് കൊഞ്ച് വറുത്തെടുത്താൽ മതി. ഇതിനകത്തോട്ട് നമ്മൾ ഈ ഉള്ളി ഇടുവാണേ. ഈ ഉള്ളിയുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി, അതായത് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ആന്നേൽ അരയ്ക്കാനായിട്ട് ചേർത്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളിയിൽ ഇച്ചിരി വേണം, അന്നേരം കുറച്ച് ഒരു 50-50 ബേസിസ്. എത്രയാണ് നമ്മൾ കൊഞ്ചെടുക്കുന്ന കണക്കാക്കി വെച്ചാൽ അതിനനുസരിച്ചുള്ള 50-50 ബേസിസ് ആണ് അരയ്ക്കാനും ഉള്ളിയിലിടാനും വേണ്ടിയത്. പിന്നെ ഇഞ്ചി, ഇതിൻ്റെ കൂടത്തിൽ ഒരു എത്ര ക്യാപ്സിക്കം എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നേർ പകുതി ഇടുക. ബാക്കി ലാസ്റ്റ് നമുക്ക് ഇച്ചിരി വാങ്ങാൻ നേരം ഇടണ്ടേ, അന്നേരം കുറച്ച് വെച്ചേക്കണേ. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. ഇത് കുറച്ച് ഒന്ന് ആ റോ ടേസ്റ്റ് മാറണം, അതായത് കുറച്ചൊരു ബ്രൗൺ ആവണം കേട്ടോ. ഉള്ളി ബ്രൗൺ ആവുക എന്ന് പറഞ്ഞാൽ ഒത്തിരി കാരമലൈസ്ഡ് ടോൺ ആവുക എന്നല്ല ഉദ്ദേശം. പക്ഷേ എന്നാൽ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഒന്ന് ഉള്ളി വേവുകയല്ലേ, ആ കണക്കാന്നു. ആ കണക്കിന് വേവിച്ച് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ പേസ്റ്റ് അരയ്ക്കാൻ വേണ്ടി എടുത്തില്ലേ, ആ പേസ്റ്റും കൂടെ ഒരുമിച്ച് അരച്ചെടുക്കുന്നതാണ് സ്റ്റാർട്ടറിൻ്റെ പ്രിപ്പറേഷൻ. ഇപ്പോൾ മനസ്സിലായില്ലേ, കൺഫ്യൂഷൻ മാറുന്നത് അങ്ങനെയാണ്. പക്ഷേ സ്റ്റാർട്ടറായിട്ട് വറക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ളൂ, അതിൻ്റെ വാല് വെച്ചേക്കണം. ഇച്ചിരി മല്ലിയിലയും കൂടി ഇടാം കേട്ടോ, അതിനൊരു മണം വരുന്നില്ല, എന്നാലും ഒരു ഇച്ചിരി മണമൊക്കെ വരണ്ടായോ. ഉള്ളിയൊക്കെ വേഗം മൂത്ത് കിട്ടാനാന്നേൽ നമുക്കൊരു ഇച്ചിരി ഉപ്പിടാവേ. അതൊരു ടിപ്പാണ്, നമ്മളെപ്പോഴും ചെയ്യുന്നതാ. ഇങ്ങനെയൊക്കെ ഉപ്പ് ഇടുന്ന നേരത്ത് ലാസ്റ്റ് കറിക്കകത്തൊന്ന് ശ്രദ്ധിച്ചേച്ച് വേണം പിന്നെ ഇടാൻ. ഈ ഉള്ളി ഒരു ഇച്ചിരി വഴന്നു കഴിഞ്ഞാൽ തീ നല്ലതായിട്ട് അങ്ങോട്ട് കുറച്ച് വെച്ച് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ, അത് നമ്മുടെ ഈ ഉള്ളിക്കകത്തോട്ട് ചേർക്കണം. നമ്മൾ ഈ അരപ്പ് ചേർത്തേച്ച് ഒരു ഇച്ചിരി നേരം നിൽക്കണം. കാര്യം എന്നാന്നോ, നമ്മൾ അതിനെ റോസ്റ്റ് ചെയ്തില്ലായിരുന്നല്ലോ ആദ്യം, നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന അങ്ങനെ തന്നെയല്ലേ അരച്ചെടുത്തേ. പക്ഷെ അത് ഒക്കെയല്ല, നമുക്ക് അതിനെ ഒന്നിച്ചിരി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി കൊഞ്ചും അതുമെല്ലാം ചേർക്കാം. അപ്പോഴത്തേക്ക് മൂത്ത് വരാനായിട്ടും എന്നാൽ ഇച്ചിരി എണ്ണ ഒന്ന് തെളിഞ്ഞ് വരാനും ഒക്കെ ആയിട്ട് ആ മിക്സിയിലുള്ള അരപ്പില്ലേ, അതും കൂടെ ഒന്ന് കഴുകി ഇതിനകത്തോട്ട് ഒഴിച്ചേച്ച് ആ ഉള്ള വെള്ളം, നമ്മൾ ഒഴിക്കുന്ന ആ ഉള്ള വെള്ളം അങ്ങ് വറ്റി കഴിഞ്ഞേച്ചാൽ പിന്നെ നമുക്ക് ബാക്കി ചേർക്കാം. ഇപ്പം എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ആ ബട്ടർ എണ്ണ എല്ലാം ഇങ്ങനെ മേളിൽ ഇങ്ങനെ തെളിയുക. അന്നേച്ചാന്നു നമ്മുടെ ആ സ്റ്റോക്കും കൊഞ്ചും കൂടെ ചേർക്കാനുള്ളത്. ഇച്ചിരി കൂടെ വെള്ളമുണ്ട് വറ്റാനായിട്ട്, അത് കഴിഞ്ഞേച്ചും ബാക്കി ചേർക്കാം.
ഇതിനകത്തോട്ട് ഇപ്പം ഏകദേശം വച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ വറുത്ത് വെച്ചേക്കുന്ന കൊഞ്ചിടാൻ പോവാ. കൊഞ്ച് അധികം വെന്തിട്ടില്ല, അത് എപ്പോഴും ഓർത്തോണം. നമ്മൾ ഒന്ന് സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ വേവിച്ചിട്ടുള്ളൂ. പെരി പെരി ചിക്കൻ കുറച്ച് സ്പൈസി ആണ്, അന്നേരം അത് നോക്കിയേച്ച് വേണം നമ്മൾ എരിവൊക്കെ ചേർക്കാനായിട്ട്. ഇത് കൊഞ്ചയിൽ നല്ലതായിട്ടൊന്ന് പെരണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കി സ്റ്റോക്ക് അങ്ങോട്ട് ചേർക്കാം. ഇനി നമ്മൾ ആ വെള്ളം ചേർത്തേക്ക് വന്ന് എന്നുവെച്ചുണ്ടല്ലോ, തിളച്ച് കഴിയുമ്പോഴത്തേന് ഏറ്റവും കുറച്ച് സിമ്മാക്കി വെക്കുക. കാര്യം എൻ്റെ കണക്ക് പ്രകാരം ഞാൻ പറയുവാന്നേൽ കൊഞ്ചിന് വേവ് ഉണ്ട്. കാര്യം എന്നാന്നോ, കൊഞ്ച് കുറച്ച് റബ്ബറി ആയിട്ട് കഴിക്കുന്നതിലും നല്ലതായി ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. അതുകൊണ്ട് കൊഞ്ചിന് വേവ് ഇല്ലയെന്ന് വിശ്വസിക്കല്ല, കൊഞ്ചിന് വേവ് ഉണ്ട്. നല്ലതായിട്ട് വെന്ത് കിട്ടിയാലേ നമ്മൾ ആ ചോറിനൂടെ കൂടുതൽ കഴിക്കുമ്പോൾ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെറിയ സിമ്മിലിട്ടേച്ച് ഞാൻ വേവിക്കാൻ വെച്ചേക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഗസ്റ്റിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. കാര്യം നമ്മൾ എന്നാ പറയുന്നത്, ജമൈക്കൻ ഫുഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മറന്നുപോയതാണ്.